മുതൽ 8 മണി വരെയുമാണെന്ന്, 8 മണിയോ 9 മണിയോ അങ്ങനെ എന്തോ ആണെന്ന്. കാരണം ഞാൻ ആ സമയത്ത് എനിക്കധികം പാർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, എവിടെയും പേ പാർക്കിംഗ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി ഈ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പേ പാർക്കിംഗ് ആണ് ഇട്ടിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ കച്ച പാർക്കിംഗ് ഉണ്ടാവും, ഒന്നുകിൽ ഇവിടെ കിട്ടും. ഈ അടുത്ത് തന്നെ ഈ ബിൽഡിങ്ങിന് ഇടയിലൂടെ അങ്ങ് കയറി കഴിഞ്ഞാൽ അവിടെ കിട്ടും. അതല്ല എങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരം എത്തോപ്യൻ എയർ പോകുന്നത് കേട്ടോ, എത്തോപ്യൻ എയർ. അപ്പോൾ ചിലപ്പോൾ അവിടെ കിട്ടും. അതല്ലെങ്കിൽ ഒരു 10, 15, 20 മിനിറ്റ് നമ്മൾ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് ഇതിന് ബാക്കിൽ തന്നെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഒരു പാർക്ക്, 1-2 പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുവിടും. അപ്പോൾ ചൂടായ സമയത്തൊക്കെ കുറച്ച് പ്രശ്നമാണ്. നമുക്ക് രാവിലെ ഒന്നും കുഴപ്പമില്ല, പോകാനും വരാനും ഒക്കെ ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരിക്കും. വെയിൽ ചൂടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്നിറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. അത് ഇവിടെ ദുബൈയുടെ ചൂടിനെ അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ. ദുബൈയുടെ ചൂട് നാട്ടിലെ ചൂടൊക്കെ ഇപ്പോൾ ഒരുപോലൊക്കെ തന്നെ, നാട്ടിലും ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മഴ ഉണ്ട് എങ്കിലും ചൂടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളധികം നാട്ടിലെ ചൂട് ഇപ്പോൾ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ തവണയൊക്കെ നാട്ടിൽ പോയപ്പോൾ ചൂടെന്താണെന്ന് നന്നായി അറിഞ്ഞിരുന്നു കേട്ടോ. ഇത്തവണ ഇനി എന്താവും എന്നറിയില്ല. ഇൻഷാ അല്ലാഹ് ഈ മാസം ലാസ്റ്റോടൊന്ന് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് നാട്ടിലൊക്കെ ഒന്ന് പോയി വരാൻ സംഭവിക്കട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ വേണം. കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല, ഒരു ലൈക്ക് പോലും ചെയ്യാൻ ആർക്കും മനസ്സാക്ഷി വരുന്നില്ല. അതിന് കാരണങ്ങൾ പലതായിരിക്കാം. കഴിയുന്നവർ ചെയ്യുക, അല്ലാത്തവർ ഇങ്ങനെ കണ്ടിരിക്കുക, അത്രേ പറയുള്ളൂ. താങ്ക് യു സുഹൃത്ത്. ഏതോ ഒരു സുഹൃത്ത് ഒരു ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ആ സുഹൃത്തിന് ഒരുപാട് നന്ദിയുണ്ട്. വന്നവർ കുറച്ച് പേര് പോയി, കുറേ പേരുകൾ ഞാൻ സ്ഥിരമായി പല ലൈവുകളിലും, അതായത് ലേഡീസ് ലൈവുകളിലാണ് അവരുടെ പേര് സ്ഥിരമായി കേൾക്കുന്നത്. അങ്ങനെയുള്ളവരും ചിലപ്പോൾ നമ്മുടെ ഇതിൽ വന്ന് പോകുന്നുണ്ടാവും, അവരും കാണുന്നുണ്ടാവും. പക്ഷേ അവരുദ്ദേശിക്കുന്ന ആളല്ലാത്തതിൻ്റെ പേരിൽ, അവരുദ്ദേശിക്കുന്ന ഒരു ആൾക്കാരല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒഴിവാക്കി പോകുന്ന കുറേ പേര് കാണും. ആ പേരിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുമോ എന്നൊന്നും അറിയില്ല. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇതേപോലെ കയറിയിരിക്കുമ്പോൾ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ വൈമുഖ്യം കാണിക്കില്ലല്ലോ. ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ അവരുദ്ദേശിക്കുന്ന, കാണുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ ചില കാര്യങ്ങൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആരനെ കൂടെ ചേർക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് മാത്രം, അവരോട് മാത്രം, അവരുടെ ലൈവിൽ മാത്രം ഹായ് ഹൂയോ ഒക്കെ പറഞ്ഞ് അതിന് വരുന്ന കമൻറ്റുകൾക്ക്, മെസ്സേജുകൾക്ക് പിന്നാലെ കൂടി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ പെട്ടവരായിരിക്കും കൂടുതൽ. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഒരു പ്രയാസം നമ്മുടെ ലൈവിന് സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട്. എനിവേ, കഴിയുന്നവർ ആരായാലും ചെയ്യുക. അതല്ലാത്തവർ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചിന്തിച്ച് പോകാം. നമുക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കണോ കാര്യങ്ങളാക്കണോ എന്നൊന്നും നമ്മളുടെ ചോയ്സല്ല. ആ ചോയ്സൊക്കെ നിങ്ങളുടേതാണ്. ആരൊരാൾ ഇപ്പോഴും ഉണ്ട്, ലൈക്ക് ചെയ്തിട്ടുമുണ്ട്. 8, 10, 10, 11, 15 പേര് വരെയൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 10, 30 സെക്കൻഡ് വരെ നമ്മൾ കേട്ടിരുന്ന് അതേപോലെ പോകുന്നുണ്ട്. പക്ഷേ ഈ കയറി വരുമ്പോൾ നമ്മളുടെ ശബ്ദം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയാഞ്ഞിട്ടാണോ, അതല്ല നമ്മളുടെ സ്വരം നിങ്ങൾക്ക് അസ്വാരസ്യമായി തോന്നിയിട്ടാണോ എന്നൊന്നും അറിയില്ല. ഏകദേശം 5:52 ഇപ്പോൾ ഇവിടെ. ഞാനൊരു 10-15 മിനിറ്റും കൂടെയുള്ള സമയമാണ് നമുക്ക് ഇപ്പോഴത്തെ ഇതിലുള്ളൂ. എന്താ, ലേബർ ബസ്സാണ് പോകുന്നത് കേട്ടോ. ഇത് ലേബർ ബസ്സാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈ സമയത്ത് അവർക്ക് യൂണിഫോമൊക്കെ ഇട്ട് അതിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഇനി അവർ തിരിച്ച് വരാനുള്ളൊരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ഈ സമയം തന്നെയാണ്. ഈ സമയം കഴിയും. ഇപ്പോൾ ഏകദേശം 6 മണി. അവരിനി തിരിച്ച് വരിക എന്ന് പറയുമ്പോൾ 7 മണി, 6:30 അങ്ങനെയൊക്കെ ആയിരിക്കും സമയം. അത്രയും സമയം ഈ പറയുന്ന പോലെ പോകുന്നു. ലേബർ ബസ്സുകളാണ്. ഇതൊരു ലേബർ അക്കോമഡേഷൻ ഏരിയ ആയതുകൊണ്ട് കൂടുതൽ ലേബർ ബസ്സുകളാണ് ഇവിടെ കാണുക. സ്കൂൾ ബസ്സുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ ഏരിയയിൽ. ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്കൂൾ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ കൂടുതൽ ലേബേഴ്സ് ഏരിയ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ലേബർ ബസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക.